ഭാരത ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലവും അതേസമയം ഏറ്റവും വേദനാജനകവുമായ ഒരു യാത്രയാണ് ചക്രവർത്തിയായ അശോകന്റേത്. ഒരു ക്രൂരനായ പോരാളിയിൽ നിന്നും ലോകമാരാധിച്ച സമാധാന ദൂതനിലേക്കുള്ള ഒരു മനുഷ്യന്റെ അകത്തള പരിവർത്തനം. ഈ കഥ അധികാരത്തിൻ്റെതല്ല മാത്രം, പശ്ചാത്താപത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും ഒരു മഹായാത്രയാണ്. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊച്ചുമകനായും ചക്രവർത്തി ബിന്ദുസാരന്റെ മകനായുമാണ് അശോകൻ ജനിച്ചത്. ചെറുപ്പത്തിലെ ഭരണതന്ത്രങ്ങളിലും യുദ്ധമുറകളിലും അസാമാന്യ പാടവം അദ്ദേഹം പ്രകടിപ്പിച്ചു. സിംഹാസനം നേടാനുള്ള പോരാട്ടം അത്ര ലളിതമായിരുന്നില്ല. ബിന്ദുസാരന്റെ മരണത്തിനു ശേഷം സഹോദരന്മാർ തമ്മിലുള്ള അധികാര വടംവലി രക്തരൂക്ഷിതമായി. ആ പോരാട്ടങ്ങളിൽ ഒരു നിമിഷവും പിന്മാറാതെ എല്ലാവരെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അശോകൻ മൗര്യ സിംഹാസനത്തിൽ ഏറിയത്. ഭരണത്തിന്റെ ആദ്യ വർഷങ്ങളിൽ അശോകൻ ഒരു കരുണയില്ലാത്ത ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. ശത്രുക്കൾക്ക് മുന്നിൽ അദ്ദേഹം ദയ കാണിച്ചില്ല. കുറ്റവാളികൾക്ക് മാപ്പ് എന്നൊരു വാക്ക് അവന്റെ നിഘണ്ടുവിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അശോകൻ ചരിത്രത്തിൽ അറിയപ്പെട്ടു ചണ്ഡാശോകൻ എന്ന പേരിൽ. കുറ്റവാളികളെ പീഡിപ്പിക്കാൻ പുറമെ സ്വർഗം പോലെ തോന്നിക്കുന്ന അകത്ത് നരകതുല്യമായ ഒരു കൊട്ടാരം പോലും അദ്ദേഹം പണിതിരുന്നു. അതേസമയം സാമ്രാജ്യം വിപുലീകരിക്കാനായി അശോകൻ നിരന്തര യുദ്ധങ്ങളിലേക്ക് കടന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിയ ഒരു യുദ്ധമുണ്ടായിരുന്നു, കലിംഗ യുദ്ധം. ക്രിസ്തുവിന് മുമ്പ് 261 വർഷം. ഇന്നത്തെ ഒഡീഷയായ കലിംഗ ദേശത്തിനെതിരായ അശോകന്റെ ആക്രമണം. കലിംഗക്കാർ അവസാനം വരെ ധീരമായി പോരാടി. വാളുകൾ കൂട്ടിമുട്ടി, ആനകൾ പാഞ്ഞു, കുതിരകൾ നിലം കീറി, ആകാശം നിറഞ്ഞത് നിലവിളികളാൽ. കലിംഗയുടെ മണ്ണ് രക്തം കുടിച്ചു. യുദ്ധം. അശോകൻ ജയിച്ചു. എന്നാൽ വിജയാഘോഷം അവനെ തേടി വന്നില്ല. അവന്റെ മുന്നിൽ ഉയർന്നത് ഒരു സിംഹാസനമല്ല, ഒരു ചോരപ്പുഴ ആയിരുന്നു. ലക്ഷക്കണക്കിന് ശവശരീരങ്ങൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ അശോകന്റെ ഉള്ളിലെ ചക്രവർത്തി തകർന്നു. അവൻ തിരിച്ചറിഞ്ഞു, ചോര പുരണ്ട ഈ കിരീടത്തേക്കാൾ വലുതാണ് ശാന്തി. ആയുധങ്ങൾ താഴെ വെച്ച് യുദ്ധത്തിന്റെ പാത വെടിഞ്ഞ് അശോകൻ നടന്നു. കടുത്ത പശ്ചാത്താപത്തിലായി അദ്ദേഹം ആയുധങ്ങൾ ഉപേക്ഷിച്ചു. ബുദ്ധസന്യാസിയായ ഉപഗുപ്തന്റെ സ്വാധീനത്തിലൂടെ അശോകൻ ബുദ്ധമതം സ്വീകരിച്ചു. ഹിംസയുടെ പാതയിൽ നിന്നും ധർമ്മത്തിന്റെ പാതയിലേക്ക് ഒരു ചക്രവർത്തി സ്വയം തന്നെ മാറ്റിയ നിമിഷം. അവിടെ നിന്നാണ് ചണ്ഡാശോകൻ ചരിത്രത്തിൽ മഹാനായ അശോകനായി മാറിയത്. ഇത് അധികാരത്തിന്റെ കഥയല്ല, ഇത് ബോധ്യത്തിന്റെ കഥയാണ്. പശ്ചാത്താപത്തിന്റെ കഥയാണ്. മനുഷ്യൻ മനുഷ്യനായി മാറുന്ന കഥയാണ്.